എൻ്റെ പേര് സിസ്റ്റർ വിക്ടോറിയ റെക്സി, DHM. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് ദ ഹാർട്ട് ഓഫ് മേരി അഥവാ മരിയ ഹൃദയപുത്രിമാർ എന്ന സഭയിലെ ഒരു അംഗമാണ്. എറണാകുളം കച്ചേരിപ്പടിയിലുള്ള വിമലാലയം കോൺവെന്റിന്റെ ഒരു ബ്രാഞ്ച് മേഘാലയയിലുണ്ട്. മേഘാലയയിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ജോവായ് ഡയസിസിൽ ലുംഷ്നോങ് പാരിഷിലെ മിൻഗ്രേ വില്ലേജിൽ ഒരു ടീച്ചറായിട്ട് എൻ്റെ മിഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോളി ഹോം മിനിസ്ട്രി സംഘടിപ്പിച്ചിട്ടുള്ള ഷൂബ് ഓൺലൈൻ ബൈബിൾ കോഴ്സിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കോഴ്സാണ്. ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെയധികം ആഴമായ ബോധ്യങ്ങൾ എനിക്ക് വന്നു. കാര്യങ്ങളെല്ലാം അറിയുന്നതാണെങ്കിൽ കൂടെയും കൂടുതൽ ആഴത്തിലേക്ക് അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ക്ലാസ്സുകളിലെ പ്രത്യേകമായി ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവസ്നേഹം അനുഭവിക്കാൻ കൂടുതലായി വ്യക്തിപരമായി അനുഭവിക്കാനായിട്ടും ഒക്കെ സാധിച്ചു. ആ ദൈവസ്നേഹം എന്നിൽ കൂടുതലായിട്ട് വരുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എൻ്റെ പാപാവസ്ഥയാണെന്നും പിതാക്കളിലൂടെ കിട്ടിയ പാരമ്പര്യമായി കിട്ടിയ പാപാവസ്ഥ എന്നിലുണ്ടെന്നുള്ളതും ഒക്കെ എനിക്ക് നല്ല ഒരു ബോധ്യം വന്നു. ആ പാപാവസ്ഥ ഞാൻ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി യേശുവിനെ കൂടുതൽ അടുത്തറിഞ്ഞ് എനിക്ക് വേണ്ടി മാത്രം കുരിശിൽ മരിച്ച യേശുവിനെ അടുത്തറിഞ്ഞ് ആ യേശുവിനെ കൂടുതലായി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരു മനസാന്തര പ്രത്യുത്തരത്തിലൂടെ എളിമയോടെ യേശുവിനെ അനുകരിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ യേശു എനിക്ക് തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും എനിക്ക് സാധിച്ചു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്ന യേശുവിനോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ടുള്ള എല്ലാം പരിശുദ്ധാത്മാവാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഞാനൊരു ഉപകരണം മാത്രമാണെന്നും എനിക്ക് മനസ്സിലായി. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിച്ചു. ഞാനൊരു വ്യക്തി ആണെങ്കിലും പല കൂട്ടായ്മയിലും ഞാൻ അംഗമായിട്ട് വരുന്നുണ്ട്. ആദിമ ക്രൈസ്തവരെ പോലെ ഒരേ ആത്മാവും ഒരേ ഹൃദയവുമായിട്ട് എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ട് എല്ലാവരെയും സഹായിക്കാനും പരസ്പരം കൊടുത്തും വാങ്ങിയും പങ്കുവച്ചും ഒക്കെ വളരുവാനായിട്ടുള്ള ദൈവത്തിന്റെ ആ കരുണ എല്ലാവരെയും അനുഭവിപ്പിക്കാനും ഞാൻ അനുഭവിക്കുവാനും ഉള്ള ഒരു അവസരമായി ഞാൻ കണ്ടു. അത് ദൈവരാജ്യം വിസ്തൃതമാക്കാനായിട്ടുള്ള ഒരു അവസരമാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്ന ആഹ്വാനം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് കൂടുതൽ ഇതാക്കാനായിട്ടുള്ള പ്രവൃത്തി കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയമായിട്ട് എനിക്ക് മനസ്സിലായി. വചനവിസ്മയം എന്നുള്ള പ്രോഗ്രാമില് എല്ലാ ദിവസവും വചനം വായിക്കുവാനും പഠിക്കുവാനും അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലൂടെയും അതൊക്കെ പങ്കുവയ്ക്കാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. പിന്നെ എല്ലാ അംഗങ്ങളുമായി പ്രയർ പാർട്ട്നേഴ്സായിട്ട് വിളിച്ചിട്ട് പരസ്പരം പങ്കുവയ്ക്കാനും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുവാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ എന്നെ വളരെയധികം ആത്മീയ ജീവിതത്തില് ആഴപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്കതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു നവചൈതന്യത്തോടെ ജീവിതം കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഈ ക്ലാസ്സുകളെല്ലാം സംഘടിപ്പിച്ച ഹോളി ഹോം മിനിസ്ട്രിയിലെ എല്ലാവരോടും, പ്രത്യേകിച്ച് ക്ലാസ്സുകളെടുത്ത റിസോഴ്സ് ടീം അംഗങ്ങളോടും ഗ്രൂപ്പ് അംഗങ്ങളോടും പ്രത്യേകിച്ച് മെന്റേഴ്സിനോടും എൻ്റെ വളരെയധികം കൃതജ്ഞതയൊക്കെ അർപ്പിക്കുന്നു. ഇനിയും ഈ പ്രോഗ്രാം നല്ല ശക്തമായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.